വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മീനു. അപ്പോൾ നമ്മളൊരു എഗ് ബജ്ജി ഉണ്ടാക്കാൻ പോകണം, തട്ടുകട സ്റ്റൈൽ മുട്ട ബജ്ജി. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 1 കപ്പ് കടലമാവ്, 3 ടീസ്പൂണോളം അരിപ്പൊടി, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് 1.25 ടീസ്പൂണോളം മുളക് പൊടി, ഇനി ഒരു 1/4 ടീസ്പൂണോളം കായം, ഇനി ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നല്ലപോലെ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം, തരി വരാതിരിക്കാനായിട്ടാണ്. അപ്പം ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ, അതായത് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട എടുത്ത് മാവിൽ മുക്കി നമ്മുടെ എണ്ണയിലിടാം. അപ്പം നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡിയാകാൻ പോകുകയാണ്. അപ്പോൾ അതാ ഫ്രൈ ചെയ്യാനിട്ടു. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിടണം. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട്, എണ്ണ ചൂടായത് ലോ ഫ്ലെയിമിലിട്ട് റെഡിയാക്കാൻ നോക്കുക. അപ്പം എല്ലാം ചെയ്തിട്ട് കാണാം. നമ്മുടെ തട്ടുകട സ്റ്റൈൽ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.